ഇനി നിങ്ങൾക്കറിയുന്ന പോലെ ബ്രിട്ടീഷിൽ ഇപ്പോൾ ബ്രിട്ടനിൽ ഇനി അടുത്ത ഭരണ വ്യവസ്ഥയിലേക്ക് ആര് കടക്കുമെന്നറിയാനുള്ള കൗണ്ടിംഗ് നടക്കുകയാണ്. വളരെ വേഗത്തിൽ കൗണ്ടിംഗ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 14 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ലേബർ പാർട്ടി വൻ വിജയത്തിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഋഷി സുനക്ക് അധികാരം വിട്ടൊഴിയുന്നു എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നു. 405 സീറ്റുകൾ ലേബർ പാർട്ടി പാർട്ടി മുന്നിലെത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. ഭരണകക്ഷിയെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടി ലഭിക്കുന്നതായും UK നിന്ന് വിവരങ്ങൾ വരുന്നു. വിശദാംശങ്ങളുമായി PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഈ ഋഷി സുനക്ക് അകാലത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതൊക്കെ നമുക്ക് വലിയ വിഷമമായി. കാര്യം ഒരു ഇന്ത്യൻ വംശജൻ UK ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത നാടെന്നറിയപ്പെടുന്ന ബ്രിട്ടനിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഒരു ഇന്ത്യൻ വംശജൻ അധികാരത്തിലെത്തി പ്രധാനമന്ത്രിയായി എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. 20 മാസം അദ്ദേഹം അധികാരത്തിൽ തുടർന്നു. പക്ഷേ വലിയൊരു ബ്ലണ്ടർ അദ്ദേഹം കാണിച്ചു. ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്ന പോലെ 8 മാസം കൂടി ഭരിക്കാമായിരുന്നു. അതിനു മുമ്പേ അദ്ദേഹം പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 6 ആഴ്ച കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആകെയുള്ള 650 പാർലമെൻറ്റ് സീറ്റുകളിൽ 300 സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞു പ്രതിപക്ഷമായിട്ടുള്ള ലേബർ പാർട്ടി. അവർ 405 സീറ്റ്, 405 മുതൽ 410 വരെ സീറ്റിൽ വിജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് 326 സീറ്റാണ് വേണ്ടത്. അപ്പോൾ ഭൂരിപക്ഷത്തിന് അടുത്തെത്തിയിരിക്കുന്നു. സീറ്റുകൾ പ്രഖ്യാപിച്ച സീറ്റുകളിൽ തന്നെ ഏതായാലും 405 സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് പോകുന്നത് ലേബർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2005 വിജയിച്ചതിന് ശേഷം 2010 വരെ അവർ ഭരിച്ചു. 14 വർഷമായിട്ട് അവർക്ക് ഭരണമില്ലായിരുന്നു. 5 പ്രധാനമന്ത്രിമാരെയൊക്കെ മാറ്റി ഭരിച്ചുകൊണ്ടിരുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. ബോറിസ് ജോൺസണും ലിസ് ട്രസും അവസാനം ഋഷി സുനക്കും വരെ എത്തി. പല പ്രധാനമന്ത്രിമാർ മാറി. അപ്പോൾ അതിനൊടുവിലാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഭരണകക്ഷിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഋഷി സുനക്ക് നാളെ അധികാരമൊഴിയും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഋഷി സുനക്കിൻ്റെ പാർട്ടിക്ക് ഇതുവരെ 55 സീറ്റുകളിലേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 150 സീറ്റ് വരെ നേടാമെന്ന് സർവേകൾ പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ വളരെ കുഴഞ്ഞ് മറിഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ ഈ ഇലക്ഷനിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടായിരിക്കുന്നത് റിഫോമിസ്റ്റ് പാർട്ടി എന്ന പേരിൽ വന്ന് അക്കൗണ്ട് തുറക്കാൻ കഴിയാതിരുന്ന പാർട്ടി ഇപ്പോൾ തന്നെ 4 സീറ്റ് നേടി 15% വോട്ട് നേടിയിട്ടുണ്ട്. ലിബറൽ ഡെമോക്രാറ്റുകൾ 61 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അവർ 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്തായാലും വലിയൊരു അട്ടിമറി സൃഷ്ടിച്ചിരിക്കുന്നത് ലേബർ പാർട്ടിയുടെ നേതാവ് ആയിട്ടുള്ള ജിം കോർബിൻ. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് ആ സ്ഥാനത്ത് ലേബർ പാർട്ടിയുടെ തലപ്പത്ത് കാർ സ്റ്റേമർ സ്റ്റാർമറാണ് ഇനി പുതിയ പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്. ഈ സ്റ്റാർമറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതാണ്. ഇരുമ്പ് പണിക്കാരൻ്റെയും ഒരു നഴ്സിൻ്റെയും മകനാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ കൗൺസിൽ സപ്പോർട്ട് ചെയ്താണ് അദ്ദേഹം പഠിച്ചു വന്നത്. അദ്ദേഹം മുൻ ചീഫ് പ്രോസിക്യൂട്ടറാണ്. ഒപ്പം തന്നെ അദ്ദേഹം നാഷണൽ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ് ലോയറാണ്. അദ്ദേഹമായിരിക്കും പുതിയ പ്രധാനമന്ത്രി. ക്ഷണിക്കും. മറ്റൊരു കാര്യം, ഭൂമിയുടെ നേരെ ഒരു ഉൽക്ക വരുന്നു, അപ്പോളോ ഉൽക്ക വരുന്നു. അതും വളരെ വേഗത്തിൽ, ഏതാണ്ട് 65,000 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ഉൽക്ക വരുന്നത്. ഭൂമിക്ക് ഭീഷണിയില്ലെന്നൊക്കെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ലേറ്റസ്റ്റ് വിവരം? ഈ ഒരു ആസ്ട്രോയിഡ് ഉൽക്ക, വേണമെങ്കിൽ വാൽനക്ഷത്രം എന്ന് വേണമെങ്കിൽ പറയാം, അത് ഭൂമിക്ക് നേരെ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത്. 65,000-ൽ പരം കിലോമീറ്റർ വേഗത്തിലാണത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 370 അടി ചുറ്റളവുള്ള വലിയ ഒരു പാറ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്രയും വലിപ്പമുള്ളൊരു ഇതാണ് വരുന്നത്. 370 അടി എന്ന് പറയുമ്പോൾ വലിയൊരു പാറ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഭൂമിയിൽ പതിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ്. കാൽക്കുലേഷൻ വെച്ച് അതിനു മുമ്പേ അത് പൊട്ടി തകർന്നു പോകും എന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഉൽക്ക വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അതിനെ മിനിറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ നിരീക്ഷണം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപകട സാധ്യത തീരെ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. കാൽക്കുലേഷനിൽ തെറ്റ് സംഭവിച്ചാൽ ഇതൊക്കെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത, പണ്ട് ഇങ്ങനെയുള്ളത് വന്ന് പതിച്ചാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മഹാസ്ഫോടനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ആ തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഈ ഉൽക്ക വരുന്നു എന്നുള്ളത് ശാസ്ത്രലോകത്ത് വല്ലാത്ത ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ
പിന്നെ ഒരു പ്രധാനപ്പെട്ട ബഹിരാകാശത്ത് നിന്നുള്ള വാർത്ത, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അവരോടൊപ്പം പോയിട്ടുള്ള വിൽമോറും രണ്ടുപേർക്കും തിരിച്ച് പുറപ്പെടാൻ കഴിയുന്നില്ല. ആകെ 1-2 ആഴ്ചയ്ക്ക് വേണ്ടി പോയവർ എത്രയോ നാളായി, ജൂൺ 6-ാം തീയതി പോയതാണ്. അവർ ബഹിരാകാശത്ത് കഴിയുകയാണ്. ഇനി 45 ദിവസം കൂടി അവരുടെ യാത്രയുടെ നീട്ടിയിട്ടുണ്ട്. 45 ദിവസമാണ് ഉദ്ദേശിച്ചിരുന്നത് മൊത്തം മിഷൻ, അത് 90 ദിവസത്തേക്ക് നീട്ടിയിരിക്കുന്നു. അതുകൊണ്ട് പേടിക്കാനില്ല, 45 ദിവസം കൂടി ആ മിഷൻ നീട്ടാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയുന്നു. അവരെ വളരെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്നു. എന്തായാലും നാസയ്ക്ക് വലിയ നാണക്കേടാണ്. പലതവണ മാറ്റിവെച്ച ശേഷമാണ് ഈ മിഷന്റെ ഭാഗമായിട്ടുള്ള പേടകം മുകളിലോട്ട് പോയത്. ഇപ്പോൾ അത് വലിയ പ്രശ്നത്തിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഹീലിയം ലീക്ക് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ബി പി ഒന്ന് മാറിയുന്നു, ഉൽക്കം തല വീഴില്ല. ഓക്കെ ജെയിംസെ, മറ്റൊരു കാര്യം, ഈ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു വാർത്ത പരക്കുന്നു. ഈ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകും, നമ്മൾ എത്രയോ കാലമായി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നടക്കുമോ? ഞാൻ ഇതിനെക്കുറിച്ചൊരു ഉറപ്പും പറയുന്നില്ല. കാരണം പലതവണ വെടിനിർത്തൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്. ആകെ ഒരു തവണയാണ് സംഭവിച്ചത്. 105 ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചു, പകരം പാലസ്തീനി പ്രസിനേഴ്സിനെ ജയിൽ പുള്ളികളെ വിട്ടയച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് 9 മാസം നീണ്ട യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തലിന് സാധ്യതയുണ്ട്. അത് പെർമനൻ്റ് ആയിട്ടുള്ള വെടിനിർത്തലിലേക്ക് പോയേക്കാമെന്ന് ഹമാസ് സമ്മതിച്ചു എന്ന മട്ടിലാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹമാസ് ഇതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായാലും ഹമാസും കൂടി സമ്മതിച്ചാൽ മാത്രമേ ഇതിനുള്ള വ്യക്തത തെളിയുള്ളൂ. ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നിന്നത്. അമേരിക്ക രംഗത്തുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വെടിനിർത്തൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതൊന്നും കേൾക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അത് രണ്ട് പക്ഷത്തു നിന്നും പൊതുവെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. പക്ഷെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം 38,000 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത. ഇപ്പം ഇതുവരെ 37,900 നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 38,000-ൽ പരം 38,011 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പാലസ്തീനികൾ. അതുപോലെ തന്നെ ഏതാണ്ട് 1,300-ലേറെ പേർ കൊല്ലപ്പെട്ടത് ഒക്ടോബർ 7-ന് ഇസ്രായേലികളാണ്. ഈ യുദ്ധത്തിൻ്റെ വലിയ ദുരന്തമായിട്ടുള്ള ചിത്രമാണ്. 26,000-നും 27,000-നും ഇടയിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നു. 17,000 കുഞ്ഞുങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ യുദ്ധം തീരേണ്ടത് ആവശ്യമാണ്. അതിനിടയിൽ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഈ ലെബനനിൽ നിന്ന് ഹെസ്ബുള്ള 200-ലേറെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു. അവരുടെ കമാൻഡർ, ഹെസ്ബുള്ളയുടെ കമാൻഡർ നാസറിനെ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് ഇതെന്ന് ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത യുദ്ധം തുടങ്ങാൻ സാധ്യതയുള്ളത് ലെബനനിലാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് യുദ്ധം തുടങ്ങിയെന്ന് പറയണ്ട. ഇസ്രായേൽ ലെബനനും തമ്മിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗസയിലെ യുദ്ധം നിന്നാലും പ്രശ്നങ്ങൾ തീരില്ല. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. വിദേശ വാർത്തകളുമായി പി പി ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരാൻ സാധ്യത